ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ. ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ കൊണ്ട് ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ്. സ്റ്റേഡിയത്തിന് അംഗീകാരം കിട്ടാത്തതാണ് അപ്പോൾ ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് അല്ല. ഫിഫയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിന് കൊടുക്കാൻ. അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അപ്രൂവൽ കിട്ടും. ഞാനൊരു കാര്യം പറയും, നിങ്ങളെ മാധ്യമങ്ങൾ എന്തോ എഴുതിക്കോ, അതൊന്നും നമുക്കൊരു പ്രശ്നമാണ്. ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഇതിൽ ശ്രമിച്ചു. ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ, 2 ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങിൽ 50 റാങ്കിങ്ങിലുള്ള 2 ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായി. നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ, നമ്മളെടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലൊരു സ്റ്റേഡിയം, പിന്നെ നമ്മൾ ശ്രമിച്ചു തിരുവനന്തപുരത്ത്. അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ ഒരു ഫീൽഡ് വളരെ റഫാണ്. അപ്പോൾ അതവിടെ അങ്ങനെയാണ് നമ്മൾ കൊച്ചി പിന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചത്. അതുകൊണ്ട് ആ കളി നിർത്തി കളി പോയി എന്നൊക്കെ നോക്കണം. അതാണെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മെസ്സി മാത്രം വന്ന് പ്രോത്സാഹനം നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നത്. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്തു. നമ്മളാദ്യം പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും ചോദിക്കും വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ്. അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. മെസ്സിയെ മാത്രം കൊണ്ടുവരാൻ സാധിക്കും. കേരളം ആഗ്രഹിച്ച പോലെ ടീമിനെ മുഴുവൻ കൊണ്ടുവന്ന് ഈ വർഷം തന്നെ കളി നടത്താനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്പോൺസർ എല്ലാ രീതിയിലും ശ്രമിച്ചു. സംസ്ഥാനം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. മെസ്സിയെ മാത്രം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഗുണമുണ്ടാകില്ല. ടീമിനെ മുഴുവൻ കൊണ്ടുവന്ന് കളി നടത്താൻ തന്നെയാണ് ശ്രമം. മാച്ച് ഫീ തിരിച്ചു വാങ്ങാമെന്നല്ല സ്പോൺസർ പറയുന്നത്. കേരളം ആഗ്രഹിച്ച പോലെ കളി നടത്താനാണ്. അതിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മെയിലുകൾ പോകുന്നുവെന്നാണ് പറയുന്നത്. നമ്മുടെ ആളുകൾ തന്നെ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങൾ കുറവാണ്. കൊച്ചി സ്റ്റേഡിയത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. കോഴിക്കോട് ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കും. ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ കുറവ് കേരളത്തിലുണ്ടെന്നും അതിനുള്ള പരിഹാരം ഉണ്ടാകേണ്ടതാണെന്നും അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.